കേരളത്തിൻ്റെ സ്വന്തം സഹകരണ ബാങ്കായ കേരള ബാങ്ക് മുഖേന കേരളത്തിലെ ജനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്, അതായത് പേഴ്സണൽ ലോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, അത് മാരേജുമായി ബന്ധപ്പെട്ടായിരിക്കാം, എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം, വിവാഹവുമായി ബന്ധപ്പെട്ടായിരിക്കാം, യാത്രകളുമായി ബന്ധപ്പെട്ടായിരിക്കാം, മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഇങ്ങനെയുള്ള പർപ്പസുകൾക്ക് പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ലഭിക്കും, എത്ര രൂപ വരെ ലഭിക്കും, എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്, എത്ര കൊളാട്രൽ വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ സ്വന്തം സഹകരണ ബാങ്കായ കേരള ബാങ്ക് മുഖേന പേഴ്സണൽ ലോൺ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ വരെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 12% ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ സിബിലിനെ ബേസ് ചെയ്തും നിങ്ങൾ എടുക്കുന്ന എമൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടും അതിൻ്റെ ഡ്യൂറേഷനെ ബേസ് ചെയ്തുകൊണ്ടും ഇതിനകത്ത് മാറ്റം വരാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 മാസം, 60 മാസം, 120 മാസം എന്നിങ്ങനെയാണ്. കൊളാട്രൽ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോണുകളെ, പേഴ്സണൽ ലോണുകളെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത് സർക്കാർ ജോലിക്കാരനാണെങ്കിൽ അങ്ങനെ. രണ്ടാമത്തത് ബാങ്ക് അപ്രൂവ് ചെയ്ത അല്ലെങ്കിൽ ബാങ്ക് അംഗീകരിച്ച സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി. ആ ജോലി ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ കേരള ബാങ്കിൽ ഈ സ്ഥാപനത്തിന് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ അക്കൗണ്ടുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ബി എന്ന് പറയുന്ന കാറ്റഗറി. സി എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ ആ ബാങ്ക്, കേരള ബാങ്ക് മുഖേന ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആധാരം പണയപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ അത് സി എന്ന് പറയുന്ന കാറ്റഗറി. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ലോൺ ലഭിക്കുമോ എന്നറിയണമെങ്കിൽ നിങ്ങൾ 21 വയസ്സിന് മുകളിലായിരിക്കണം. നിങ്ങൾക്കൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടായിരിക്കണം, അതായത് 15,000 രൂപയ്ക്ക് മുകളിലായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ ശരാശരി 700-ന് മുകളിലായിരിക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 6 മാസം ആയിരിക്കണം. അതിൻ്റെ അകത്ത് ട്രാൻസാക്ഷനും നടക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കേരള ബാങ്ക് മുഖേന പേഴ്സണൽ ലോൺ ലഭിക്കുന്നത്. ഇതിൻ്റെ പ്രോസസ് ഫീ ഇനത്തിൽ വരുന്നത് ശരാശരി 1% മുതൽ 3% വരെയാണ് പേഴ്സണൽ ലോണിൻ്റെ പ്രോസസ് ഫീ ഇനത്തിൽ വരുന്നത്. ഇതിൻ്റെ കേരള ബാങ്ക് മുഖേന ലോൺ എടുക്കുകയാണെങ്കിൽ EMI ഫ്ലെക്സിബിൾ ആണ്. അതായത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് ക്യാഷ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് അടച്ച് പൂർത്തീകരിക്കുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കാൻ കേരള ബാങ്ക് മുഖേന സാധിക്കുന്നതാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രത്യേകിച്ച് നമുക്ക് പേഴ്സണൽ ലോൺ എടുക്കാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം? അഡ്രസ് പ്രൂഫ് ഇനത്തിലുള്ള ഡോക്യുമെൻറ്റുകളും ID പ്രൂഫ് എന്ന രൂപത്തിലുള്ള ഡോക്യുമെൻറ്റുകളുമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആധാർ കാർഡ്, പാൻ കാർഡ്, തിരിച്ചറിയൽ ഡോക്യുമെൻ്റ് ഇവയാണ് പ്രധാനമായി വേണ്ടി വരുന്നത്. ഓൺലൈൻ ത്രൂ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വരുമാനത്തിൻ്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് കേരള ബാങ്ക് മുഖേന പേഴ്സണൽ ലോൺ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെയധികം ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.